ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നെയിൽ ലിക്വിഡ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നാണ് കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെയിൽ ലിക്വിഡ് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നെയിൽ ലിക്വിഡ് ആവശ്യമുള്ളവർ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇതുപോലെ നല്ല ഡാർക്ക് കളറിലാണ് കേട്ടോ നമുക്ക് ലിക്വിഡ് കിട്ടുന്നത്. നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശർക്കര, നല്ല ഡാർക്ക് കളറുള്ള ശർക്കര വേണം. അതുപോലെ പഞ്ചസാര, വലിയ ജീരകം, തേയില ഇവയൊക്കെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് എല്ലാം ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ ഞാൻ 2-3 കഷ്ണം കറുവപ്പട്ടയും അതുപോലെ തന്നെ 2-3 ഗ്രാമ്പൂവും കൂടി ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ആവശ്യമില്ലാത്ത ഒരു കുക്കറോ പാത്രമോ എന്തെങ്കിലും എടുത്തിട്ട് സെൻറ്ററിൽ ഒരു ടൈല് വെച്ചതിന് ശേഷം സൈഡിലായിട്ട് നമ്മൾ എടുത്ത മിക്സ് വയ്ക്കുക. അതിന് ശേഷം നല്ല ഒരു ഐസ് കട്ട ഇട്ടിട്ടുള്ള വെള്ളം ഇതുപോലെ കുക്കറിൻ്റെ മുകളിൽ വയ്ക്കുക കേട്ടോ. മുകളിൽ വയ്ക്കുന്ന പാത്രത്തിന് അടിഭാഗം നല്ല ഉരുണ്ടിരിക്കണം, എന്നാലാണ് നമ്മുടെ ലിക്വിഡ് അതിലേക്ക് കറക്റ്റായിട്ട് നമ്മൾ വയ്ക്കുന്ന പാത്രത്തിലേക്ക് കറക്റ്റായിട്ട് വീഴുള്ളൂ. നമ്മളെടുത്തുന്ന പാത്രത്തിനേക്കാളും ചെറിയ അളവിലുള്ള സൈസിലുള്ള പാത്രമാണ് കേട്ടോ നമ്മൾ അകത്ത് വയ്ക്കേണ്ടത്. അകത്ത് വയ്ക്കുന്ന പാത്രം ആ ടൈലിൻ്റെ മുകളിൽ വേണം വയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു മിക്സ് ഉരുകിയിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല ലിക്വിഡ് കിട്ടില്ല. ഇതുപോലെ ടൈല് വെച്ചിട്ട് പൊക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ലിക്വിഡ് കിട്ടും. അതുപോലെ തന്നെ നിറയെ ലിക്വിഡും കിട്ടും കേട്ടോ. ചിലരുണ്ടാക്കുമ്പോൾ ലിക്വിഡ് തീരെ കുറവാണെന്ന് പറയുന്നത് കേൾക്കാം. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തണുത്ത വെള്ളം ഒഴിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ മുകളിൽ വയ്ക്കുന്ന പാത്രത്തിൻ്റെ ഇടയിൽ കൂടി എയർ പോകാതിരിക്കാൻ ഒരു തുണി നനച്ച് ഇതുപോലെ ചുറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ലിക്വിഡ് കിട്ടുന്നതാണ്. ഇതുപോലെ നമ്മൾ മുകളിലെ വെള്ളം ചൂടായി കഴിയുമ്പോൾ അത് എടുത്ത് മാറ്റിയതിന് ശേഷം വീണ്ടും തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 10-20 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ കത്തിക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല നിറയെ ലിക്വിഡ് കിട്ടും കേട്ടോ. കുറച്ച് മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ, കാരണം നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇത്രയും ലിക്വിഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഡാർക്ക് ലിക്വിഡ് തന്നെയാണ് കേട്ടോ. ഒറ്റ തവണയിൽ തന്നെ നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡ് നമുക്ക് കിട്ടും. 2 പ്രാവശ്യം ഇട്ട് കഴിയുമ്പോൾ നല്ല ഡാർക്ക് കളറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയും ലിക്വിഡാണ് നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഒരു സ്പൂൺ ലിക്വിഡ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മൈദ ചേർത്തിട്ട് കാണിച്ചു തരാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ മൈദ ആഡ് ചെയ്തിട്ട് നമ്മുടെ നഖത്തിൽ അപ്ലൈ ചെയ്യേണ്ടത്. ബാക്കിയുള്ളത് ഞാൻ ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ നെയിൽ ലിക്വിഡ് സെയിലിനായിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളെ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. നല്ല ഡാർക്ക് സ്റ്റെയിനാണ്. ഒറ്റ തവണ ഇട്ട് കഴിയുമ്പോൾ തന്നെ നല്ല ഡാർക്ക് സ്റ്റെയിൻ വരും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ മിക്സ് ചെയ്തിരിക്കുന്ന മിക്സ് ഇതുപോലെ നെയിലിൽ ഒരു കോണിലാക്കിയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഈർക്കിലി വെച്ചിട്ടോ നമുക്ക് ഇട്ട് കൊടുക്കാം. ഓവർനൈറ്റാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഓവർനൈറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു നെയിലിൽ ഈ ലിക്വിഡ് നല്ലപോലെ സെറ്റായിട്ടുണ്ടാവും. പിന്നെ നമുക്ക് കൈ തട്ടിയാലൊന്നും പോകില്ല കേട്ടോ. അപ്പോൾ ഓവർനൈറ്റ് ഇട്ട് കിടക്കാൻ പറ്റും. അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും വരുന്ന കളറാണ് കേട്ടോ ഇത്. നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ തന്നെയുള്ള കളറാണിത്. പിന്നെ ഇത് നല്ല ഡാർക്ക് സ്റ്റെയിനായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ 2 തവണ ഇട്ട് കഴിഞ്ഞപ്പോൾ ഉള്ള സ്റ്റെയിനാണ് കേട്ടോ ഇത്. ഞാൻ 2ാമത്തെ തവണ ഒരു കുറച്ച് സമയം മാത്രമേ പകലിട്ടിട്ടുള്ളൂ. ഓവർനൈറ്റ് ഇടാൻ എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ അത്ര സമയം ഇട്ടപ്പോൾ തന്നെ ഇത്രയും നല്ല ഡാർക്ക് സ്റ്റെയിനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ലിക്വിഡ് വേണ്ടവർ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ താഴെ നമ്പർ കൊടുത്തേക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.